നമ്മൾ മനുഷ്യര് പ്രകൃതിയോട് വളരെ ഇണങ്ങിയാണോ ജീവിക്കുന്നത്? അല്ലെന്നാണ് ഉത്തരം പറയാനുള്ളത്. പ്രകൃതിയോട് ഇണങ്ങിയെങ്കിൽ മാത്രമേ, ഇണങ്ങിയ ആ താളത്തിലോട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ പ്രകൃതിയിൽ നിന്ന് ലഭിക്കേണ്ട സൂക്ഷ്മ വിഭവങ്ങൾ നമ്മൾക്ക് സ്വീകരിക്കാൻ സാധ്യമാകും. ആ സൂക്ഷ്മ വിഭവങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടിട്ട് വേണം നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ. മാനസിക, ശാരീരിക, വൈകാരിക മേഖലകൾക്ക് ആവശ്യമുള്ള എല്ലാ വിഭവങ്ങളും പ്രകൃതി നമ്മൾക്ക് തന്നിട്ടുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. നാം അത് അറിയുന്നു പോലുമില്ല. അറിയാതെ കുറെ നമ്മളിൽ വന്നു ചേരുന്നുണ്ട്. എന്നാൽ നമ്മൾക്ക് ഈ വിഭവങ്ങൾ ആവശ്യമുള്ളതിനേക്കാൾ വളരെ കുറച്ച് മതി മറ്റ് മൃഗങ്ങൾക്കും പക്ഷികൾക്കും മറ്റ് ചെറിയ ആയിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും. അവയ്ക്കത് ലഭിക്കുന്നുമുണ്ട്. അതുകൊണ്ട് അവർക്ക് രോഗങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അവയെല്ലാം സുഗമമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമ്മൾ നിയന്ത്രിച്ച് വളർത്തുന്ന മൃഗങ്ങൾക്കും പക്ഷികൾക്കും മറ്റ് ജീവികൾക്കും രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അല്ലാത്ത ഒരു ജീവിക്കും ഒരസുഖവും ഉണ്ടാകുന്നില്ല. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ ആ കാര്യം മനസ്സിലാവും. സൂക്ഷ്മ വിഭവങ്ങൾ പല രീതിയിൽ ലഭിക്കും. ഒന്ന് പറയാം, നമ്മൾ നേരം വെളുത്താൽ തന്നെ ഒരു കവറിങ് ബോഡിയിൽ ഉണ്ടാക്കും. അതെന്തിനാണ്? നമ്മളുടെ വീട്ടിൽ സ്വകാര്യമായി ജീവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പറമ്പിൽ ഉടനെ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട് ആവശ്യം എന്താ? അതെങ്ങനെ, എവിടെ നിന്ന് പഠിച്ചു? മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു? അങ്ങനെ ഇല്ലായിരുന്നു. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വായു സഞ്ചാരം, വായു എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രകൃതിയിൽ. ആ മൂവ് ചെയ്യുന്ന വായു കണികകൾ നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള സെല്ലുകളെ ഉത്തേജിപ്പിക്കുന്നു, വന്ന് മൃദുസ്പർശമേൽപ്പിച്ച് തഴുകിപ്പോകുന്നു. ആ തട്ടല് ആ കണികളുടെ തട്ടല് ഒരല്പം വളരെ നേരിയൊരു മർദ്ദവോടെ സൃഷ്ടിക്കുന്നു. നമ്മളെ ഓരോ സെല്ലും ഉണരുന്നു, അറിയുന്നു. നമ്മൾ അതിൻ്റെ ആ താളം, പ്രകൃതിയുടെ താളം, വായുവിൻ്റെ ചലനത്തിലൂടെ സെല്ലുകൾ ഗ്രഹിക്കുന്നു. നമുക്ക് ബോധമുള്ളതിനേക്കാൾ കൂടുതൽ ബോധം നമ്മളുടെ ഓരോ സെല്ലുകൾക്കും പ്രത്യേകമുണ്ട്. ആ സെല്ലുകൾക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ മറ്റ് സെല്ലുകൾക്കും കൈമാറാറുമുണ്ട്, ഈ പുറമേയുള്ള നമ്മളുടെ സെല്ലുകളൊക്കെ. അപ്പൊ ആ സെല്ലുകളെ ഉത്തേജിപ്പിക്കും. ആ സെല്ലുകൾ പ്രകൃതിയുടെ ആ താളം, അതിൻ്റെ ആ സ്വഭാവം നമ്മളുടെ സെല്ലുകൾ അറിയുകയും അത് നമ്മളുടെ മറ്റ് സെല്ലുകൾക്ക് ആ ഇൻഫോർമേഷൻ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് നമ്മൾ സ്വയം ചിട്ടപ്പെടുത്താൻ കഴിയുന്നു ഓരോ സെല്ലിലും. അങ്ങനെ രോഗത്തിൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതാ ഒരു വഴി. മറ്റൊന്ന് സൂര്യപ്രകാശത്തിന്റെ സ്പർശം. സൂര്യപ്രകാശത്തിന്റെ സ്പർശവും നമ്മളിൽ ഇതേ ഗുണം ഉണ്ടാക്കി തരുന്നുണ്ട്. ഈ രണ്ടും അല്ലാതെ വേറെയും പലതുമുണ്ട്. ഈ വസ്തുക്കൾ ജീവനുള്ള സസ്യലതാദികളിൽ നിന്നും ഒരുവിധം ഊർജ തരംഗങ്ങൾ പുറപ്പെടുന്നുണ്ട്. അതിന് ശരീരം ദുർബലമാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വന്ന് തട്ടണമെങ്കിൽ പുറമെ ഒരു ഷർട്ട് എപ്പോഴും ഇട്ടാൽ അത് നേരിട്ട് കിട്ടുകയില്ല. വായു കയറുക എന്ന് പറയുന്നത് താഴെ കൂടെ കയറി ഷർട്ടിനകത്തൂടെ കയറി അത് മുകളിലോട്ട് പോകുന്നതേ ഉള്ളൂ. ഒരു പ്രത്യേക താളത്തിലാണത്. അത് നമ്മൾ ചലിക്കുന്നതനുസരിച്ച്. പക്ഷേ പ്രകൃതിയിൽ കാറ്റ് അങ്ങനെയല്ല, താളമുണ്ട്. കാറ്റിന് താളമുണ്ട്. അതാണ് അവിടെ നമ്മൾ ആ ചേഞ്ചബിൾ വായു കണികൾ ബോഡിയിൽ വ്യത്യസ്ത രീതിയിൽ ചേഞ്ചബിൾ മർദ്ദം ഏൽപ്പിക്കുന്നു. ആ മർദ്ദം വ്യത്യസ്ത രീതിയിൽ ഫ്ലക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രിക് പവർ ഫോം ചെയ്യുന്നുണ്ട്. വളരെ ഒരു വോൾട്ടിൻ്റെ 5 ലക്ഷത്തിലൊരു അംശമൊക്കെ ആവും. പക്ഷെ അത് ഉത്തേജനമാണ്. അതൊരു വലിയ ഉത്തേജനമാണ് നമ്മളുടെ സെല്ലുകൾക്ക്. സൂര്യപ്രകാശവും അങ്ങനെ തന്നെ ചെയ്യുന്നു. സസ്യലതാദികളിൽ നിന്നും വൃക്ഷങ്ങളിൽ നിന്നും വരുന്ന ഇതുപോലുള്ള വൈബ്രേഷൻസ് നമ്മുടെ ബോഡി സ്വീകരിക്കുന്നു. അതൊക്കെ പ്രകൃതിയിലേക്ക് നമ്മുടെ സെല്ലുകളെ അടുപ്പിക്കുന്നത് കാരണമാണ്. കാരണം
പ്രകൃതിയുടെ അതേ താളം നമ്മൾ സെല്ലുകൾ അറിയുന്നു. മറ്റ് എല്ലാ സെല്ലുകൾക്കും ഇൻഫോർമേഷൻ കൈമാറുകയും നമ്മൾക്ക് ആരോഗ്യം നമ്മുടെ ശരീരത്തിൽ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്താനും സാധിക്കുന്നു. അസുഖങ്ങളൊന്നും ബാധിക്കുന്നില്ല. എന്നാൽ എപ്പോഴും ഈ സൃഷ്ടിച്ച് നടക്കാത്ത ഈ ക്ഷേത്രങ്ങളിലൊക്കെ പൂജാരിമാർ അവർ ക്ഷേത്രത്തിൽ ഡ്രസ്സ് ധരിച്ചല്ല, പരിമിതമായ ഡ്രസ്സിലാണ് അവിടെ നിൽക്കുന്നത്. അവർക്ക് അസുഖങ്ങൾ പൊതുവെ കുറവാണ്. ക്ഷേത്രവാസികൾക്ക് അസുഖങ്ങൾ തീരെ കുറച്ചേ വരുന്നുള്ളൂ. പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ കുറവാണ് എന്തെങ്കിലും ഒരു അസുഖം വരുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. അതുപോലെ ഹിമാലയത്തിൽ സാനിക്കളിൽ അലഞ്ഞു നടക്കുന്ന 80 വയസ്സോ അതിലധികമുള്ള സന്യാസിമാർ ഒരസുഖം വരാറില്ല. അവർക്ക് കൗപീനം മാത്രം ധരിച്ച ഒരാള് ഈ നാട്ടിൽ ഡിസംബറിൽ പോലും മുൻകാലങ്ങൾ 50 കൊല്ലം മുമ്പ് ഒരാൾക്കൂടെ കമ്പിളി ഇല്ലാതെ ജീവിക്കാൻ പറ്റുമായിരുന്നു രാത്രി കാലങ്ങളിൽ, 50 വർഷം മുമ്പ്. ഇപ്പം 2 ദിവസവും 3 ദിവസമൊക്കെ ആണ്ടില് ഡിസംബറും ജനുവരിയിലോ കാര്യം കാണും ചെറിയ തണുപ്പ്. അതല്ല അവിടുത്തെ കാലാവസ്ഥ. മഞ്ഞ് ഉറഞ്ഞു കിടക്കുക, എന്നാലും കൗപീനം മാത്രം ധരിച്ച് അവരവിടെ കഴിയുന്നു. ഗംഗയിൽ പോയി പ്രഭാതത്തിന് മുമ്പ് കുളിക്കുന്നു. മഞ്ഞും തള്ളി മാറ്റിയിട്ടാണ് മുങ്ങുന്നത്. ഒരു പ്രശ്നവുമില്ല. അത് ഈ പ്രകൃതിയോടുള്ള അടുപ്പമാണ് അതിന് കാരണം. പ്രകൃതിയുമായിട്ട് വളരെ അടുത്ത് ജീവിക്കുന്നവർക്ക് പ്രകൃതിയുടെ എല്ലാ താളത്തിനനുസരിച്ച് മുന്നേറാൻ സാധിക്കുന്നു. അവരുടെ ആരോഗ്യം, മാനസിക, ശാരീരിക, വൈകാരിക മേഖലകൾ എപ്പോഴും പവർഫുൾ ആയിരിക്കും, ശക്തിയുള്ളതായിരിക്കും. അവരെയൊന്നും അങ്ങനെ അധികം മറ്റൊരാൾക്ക് സ്വാധീനിക്കാൻ പോലും പറ്റുകയില്ല. അവർക്ക് അവരുടേതായ ഒരു ഐഡിയ ഉണ്ടാവും. അങ്ങനെയുള്ള ആശയങ്ങളാണ് നമ്മളുടെ മഹത്തുക്കളായ, നമ്മളുടെ ദൈവങ്ങളായ വാൽമീകിയും നമ്മളുടെ വേദവ്യാസനും ഒക്കെ അതിൽ നിന്നുണ്ടായ സൃഷ്ടികളാണ് നമ്മളിന്ന് വായിക്കുന്നത്. നമ്മൾക്കിതിൻ്റെ 1000 അംശം പ്രകൃതിയുമായിട്ട് എടുക്കാൻ പറ്റുമോ? പറ്റണം. നമ്മൾ പ്രകൃതിയെ ശ്രദ്ധിച്ചാൽ മതി. പ്രഭാതത്തിന് മുൻപ്, സൂര്യപ്രകാശത്തിന് മുൻപ് ഉണർന്ന് പ്രകൃതിയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നേരിട്ട് കിഴക്കോട്ടൊന്ന് നോക്കൂ, സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ നമ്മളിൽ വന്നു ചേരുന്ന ഒരു വൈകാരിക അവസ്ഥയുണ്ട്. അത് എല്ലാവരിലും ഉണ്ട്. ആരും ഒന്ന് ഉണർത്തിയെടുക്കുന്നില്ല. അതൊന്ന് ഉണർത്തിയെടുത്ത് നോക്കൂ. എന്ത് സുഖകരമാണ് കാര്യങ്ങൾ. പ്രകൃതിയോട് നമ്മൾ വളരെ അടുക്കും. ഒരു കാര്യത്തിലും അപ്സെറ്റ് ആവുകയില്ല. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് തനിക്ക് താൻ പോരും എന്നൊരു തൻ്റെ ഇടം വളർന്നു വരുന്നത് കാണാം. അസുഖങ്ങൾ തീരെ ഉണ്ടാവുകയില്ല. അത് ഉറപ്പാണ്. ആ കാര്യത്തിൽ അനേക പേരെ ശ്രദ്ധിച്ചതിന്റെ ഫലമായി ഈ പറഞ്ഞത്. അതായത് പ്രകൃതിയോട് എത്ര അടുക്കുന്നോ, വീട്ടിൽ ഉള്ളപ്പോഴെങ്കിലും പരമാവധി കുറച്ച് ഡ്രസ് ഉപയോഗിക്കുക. പ്രകൃതിയിൽ നമ്മുടെ തൊലിപ്പുറത്ത് വന്ന് വായു കണികൾ സ്പർശിക്കട്ടെ, തഴുകട്ടെ. വായു കണികൾ ശരീരത്തിൽ തഴി ഒഴുകട്ടെ. അതിൻ്റെ ആ ചെറിയ മർദ്ദങ്ങൾ സെല്ലുകൾ അറിയട്ടെ. സെല്ലിൻ്റെ തനതായ തീരുമാനങ്ങൾ പലതും എടുക്കാൻ കഴിയും സെല്ലുകൾക്ക്. അതിൻ്റെ മുഴുവൻ അറിവും അത് മറ്റ് സെല്ലുകളിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യും. അപ്പം നമ്മളുടെ കരുതലില്ല, നമ്മുടെ ഈ ബോധത്തിൻ്റെ കരുതലില്ലാതെ തന്നെ നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും നമ്മളുടെ വികാരങ്ങളെയും സ്വാധീനിക്കാൻ നമ്മുടെ ശരീരം തന്നെ തയ്യാറാകും. ശരീരത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഈ വികാര വിചാരങ്ങളും എല്ലാം ശരീരത്തിൻ്റെ സൃഷ്ടി തന്നെയാണ്. ആത്മാവ് വേറെയാണ്. ഓക്കെ.